നമസ്കാരം. ബംഗാളിൽ 6ാം ഘട്ട തെരഞ്ഞെടുപ്പിലും വലിയ തോതിലുള്ള വ്യാപക അക്രമവും സംഘർഷങ്ങളുമാണ് അരങ്ങേറിയിരിക്കുന്നത്. താംലൂക്ക് മണ്ഡലത്തിലെ മഹിഷാദലിൽ വെള്ളിയാഴ്ച രാത്രി ബിജെപിയും തൃണമൂലും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു തൃണമൂൽ പ്രവർത്തകൻ ഷെയ്ഖ് മൈനൂൾ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. ഈ ഏറ്റുമുട്ടലിൽ ഒട്ടനവധി പേർക്ക് പരിക്കുകൾ പറ്റുകയും ചെയ്തിട്ടുണ്ട്. പല മണ്ഡലങ്ങളിൽ നിന്നും ഇടതുമുന്നണി ഏജന്റുമാരെ ബൂത്തുകളിൽ നിന്ന് ബലമായി ഇറക്കിവിടുകയും അവരെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും ബൂത്ത് പിടിക്കാനും വോട്ടർമാരെ തടയുവാനുമുള്ള ശ്രമങ്ങളാണ് തൃണമൂലിന്റെയും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ BJPയുടെയും തൃണമൂലിന്റെയും അക്രമത്തിന് ഒരു സവിശേഷതയുണ്ട്. അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇടതു നേതാക്കളെയും ഏജന്റുമാരെയും ഒക്കെ അടിച്ചോടിക്കും. അത് കഴിഞ്ഞ് അവർ തമ്മിലായിരിക്കും സംഘർഷം നടക്കുക. ഖട്ടാലിൽ ഒരു BJP സ്ഥാനാർത്ഥിക്ക് നേരെ തൃണമൂലിന്റെ ഒരു ആക്രമണവും ഉണ്ടായിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്നവരുടെ വാഹനവും തൃണമൂലുകാർ തല്ലി തകർത്തു. കണ്ടായി, നന്ദിഗ്രാം എന്നീ സ്ഥലങ്ങളിൽ പല ഭാഗങ്ങളിലും തൃണമൂൽ പ്രവർത്തകരും BJPയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഈ അക്രമം റിപ്പോർട്ട് ചെയ്ത ABP ചാനൽ പ്രവർത്തകരെയും BJPയും തൃണമൂലും ചേർന്നാണ് ആക്രമിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തൃണമൂലിനും BJPക്കുമെതിരെ വരുന്നവരെ അവർ ഒരുമിച്ച് നിന്നാണ് ഐക്യത്തോടെ നേരിടുന്നത്. അത് കഴിഞ്ഞ് അവർ തമ്മിൽ തല്ലും. ഇതാണ് ബംഗാളിലെ BJPയുടെയും തൃണമൂലിന്റെയും അവസ്ഥ. മഹിഷാദലിൽ കേന്ദ്രസേനയ്ക്ക് നേരെ തൃണമൂലുകാർ നടത്തിയ ആക്രമണത്തിൽ ഒരു ജവാന് പരിക്കേറ്റു. പോലീസ് വെറും നിർഗുണന്മാരാണെന്ന് പരിഹസിച്ചുകൊണ്ട് താംലൂക്കിലെ BJP സ്ഥാനാർത്ഥി അഭിജിത് ഗാംഗുലി ധർണയും നടത്തി. പുരുളിയ, ബാങ്കുറ, വിഷ്ണുപൂർ, ജാർഗ്രാം, മെദിനിപൂർ, കാന്തി, ഖട്ടാൽ, താംലൂക്ക് എന്നീ മണ്ഡലങ്ങളിലേക്കാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നിരുന്നത്. ഇതിൽ 4 മണ്ഡലങ്ങളിൽ CPMഉം 2ഇടത്ത് CPIയും, പുരുളിയ, കാന്തി മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിയുടെ പിന്തുണയോടെ കോൺഗ്രസുമാണ് മത്സരിച്ചിരിക്കുന്നത്. ബാങ്കുറ മണ്ഡലത്തിലെ രഘുനാഥ്പൂരിലെ ചില ബൂത്തുകളിലെ വോട്ടിംഗ് മെഷീനുകളിൽ BJPയുടെ ടാഗുകൾ പതിച്ചിരുന്നതായി തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. BJPയും തൃണമൂൽ പ്രവർത്തകരും കാരണം വോട്ടർമാർക്ക് സമാധാനപരമായി വോട്ട് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു ബംഗാളിൽ ഇന്നലെയും കഴിഞ്ഞ ചില ദിവസങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരുന്നത്.